അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് എല്ലാ ദിവസവും പതിവാക്കേണ്ട ദുആകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ ദുആകൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ മനോവിഷമം വന്ന് അത്രയധികം മനസ്സിന് വേദനയും വിഷമവും അനുഭവിക്കുന്നവർക്കും നമ്മുടെ പ്രയാസങ്ങൾക്ക് അതിനൊരു മാറ്റം വരുവാനും വേണ്ടിയിട്ട്, മനപ്രയാസങ്ങൾ മാറുവാനും വേണ്ടി, ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെൻഷൻ, വിഷമം, വേദന, പ്രയാസം എന്നുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ദുആകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുവാനും, അതുപോലെ തന്നെ ഈ 5 ദുആകളും നിങ്ങൾ ദിവസവും ഒരു തവണയെങ്കിലും പതിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതിന് സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും ഫർദ് നമസ്കാരങ്ങൾക്കിടയിലോ അത് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾ ശുദ്ധിയായിരിക്കുന്ന, വൃത്തിയായിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചൊല്ലുക. അതായത് ശുദ്ധിയായിരിക്കുന്ന സമയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉദുവോടുകൂടി ഇരിക്കുന്ന സമയങ്ങളിലോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതിൽ ആദ്യത്തെ ദുആ റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഹാസിരീൻ. അതിമഹത്തായ ഒരു ദുആയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ വിട്ടുപോകുന്നതാണ്. അതിന്റെ അർത്ഥം കൂടി പറയുവാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞാൻ കമന്റിലൂടെ ഒരുപാട് ആളുകൾ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഓതുക. അതുപോലെ തന്നെ റബ്ബന അത്മം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് രണ്ടാമത്തെ ദുആയാണ്. അതിമഹത്തായ ദുആകളിലെ ഒരു ദുആയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അർത്ഥവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ഓതുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓതിയാലും മതി, അതല്ല വീഡിയോ കണ്ട് ഓതിയാലും മതി. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അതുപോലെ തന്നെ ഈ ദുആയും അതിമഹത്തായ ഒരു ദുആയാണ്. ഈ ദുആയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഭാഗ്യക്കേടുകൾ മാറി നല്ല കാര്യങ്ങൾ ജീവിതത്തിലോട്ട് വരുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദുആയാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമഹത്തായ ദുആയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാ ദുആയും നിങ്ങൾ ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അതുപോലെ തന്നെ ഈ അതിമഹത്തായ ദുആയും നിങ്ങൾ എന്ത് ചെയ്യുക? ഓതുക. നമ്മുടെ ദുആ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓതുവാനും അതുവഴി അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുവാനും ഇത് മനസ്സിലാക്കുവാനും ഈ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ റബ്ബനാ ലാ തുആഹിദ്നാ ഇൻ നസീനാ ഔ ഖതഅനാ. ഈ ദുആയും എന്ത് ചെയ്യുക? അതോടൊപ്പം തന്നെ ഓതുക. ഇത് ഓതുമ്പോൾ മുഴുവനായിട്ടും തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ 5 ദുആയും എല്ലാ ദിവസവും ഒരു തവണ ഓതി റബ്ബിനോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു അല്ലാതെ മറുപടി തരാൻ വേറെ ആർക്കും കഴിയുകയില്ല. തീർച്ചയായിട്ടും ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ക്ഷമിച്ച് സഹിച്ച് ഈ ദുആകൾ ഓതി നമ്മൾ വെയിറ്റ് ചെയ്യുക. ദുആ പെട്ടെന്ന് സ്വീകരിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് കമന്റുകൾ വന്നു, അവരിലോട്ടാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് അതിഭയങ്കരമായ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു